മൂക്കുതല പി ചിത്രൻ നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിജയോത്സവവും പി ചിത്രൻ നമ്പൂതിരിപ്പാട് മെമ്മോറിയൽ എൻഡോമെന്റ് വിതരണവും പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ജൂൺ 27 നടക്കുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വരുന്ന 27-ാം തീയതി ശനിയാഴ്ച നമ്മുടെ സ്കൂളിന്റെ സ്ഥാപകനും നാടിന്റെ ഗുരുനാഥനുമായിട്ടുള്ള പി ചിത്രൻ നമ്പൂതിരിപ്പാട് പത്മശ്രീ പി ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെ 3ാം ഓർമ്മദിനാണ്. 3 കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അന്നേ ദിവസം ഒന്ന് അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പ്രഭാഷണം, മറ്റൊന്ന് PTA-യുടെയും ഈ നാട്ടിലെ അഭ്യുദയകാംക്ഷികളുടെയൊക്കെ സഹകരണത്തോടുകൂടി നിർമ്മിച്ച കെട്ടിടോദ്ഘാടനം, അതോടൊപ്പം കഴിഞ്ഞ വർഷം ഇവിടുന്ന് പാസ് ഔട്ടായ കുട്ടികളുടെ എൻഡോമെൻറ്റ്, പി ചിത്രൻ നമ്പൂതിരിപ്പാട് മെമ്മോറിയൽ എൻഡോമെൻറ്റ് ഈ വർഷം ആദ്യമായി കൊടുക്കാൻ തുടങ്ങുകയാണ്. നമ്മുടെ ഈ പുതിയ PTA-യുടെ നേതൃത്വം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലാഘനീയമായ ഒരു പ്രവർത്തനമാണ് ആ എൻഡോമെൻറ്റ്. എല്ലാ കുട്ടികൾക്കും ഒരു ക്യാഷ് അവാർഡും ഒരു പ്രശസ്തി പത്രവും നൽകുന്ന രീതിയിലാണ് അത് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കെട്ടിടങ്ങൾ നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ ഒരു PTA-യുടെ നേതൃത്വത്തിൽ ഏകദേശം 33 ലക്ഷം രൂപയാണ് കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഈ നാട്ടിൽ നിന്ന്, ഇവിടുത്തെ ഈ സ്കൂളിനെ സ്നേഹിക്കുന്ന ചിത്രൻ നമ്പൂതിരിപ്പാടിനെ ഒരു വികാരമായി കൊണ്ട് നടക്കുന്ന ഈ നാട്ടിൽ നിന്ന് പിരിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ UP ക്ലാസ് മുറിയായിട്ടുള്ള 20x20 വലിപ്പത്തിലുള്ള റൂം നമ്മൾ 2023 തന്നെ നിർമ്മിച്ചു. അതിനുശേഷം 20-30 നീളത്തിലുള്ള 2 ഹയർ സെക്കൻഡറി ക്ലാസ് മുറികൾ നമ്മൾ നിർമ്മിക്കുകയാണ്. അഡീഷണൽ ബാച്ചുകൾ ധാരാളം വരിക, കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുക, അതൊക്കെ നമുക്ക് വളരെ പ്രോത്സാഹനം നൽകുകയാണ്. ആ പ്രോത്സാഹനത്തോടൊപ്പം നാട്ടുകാരുടെയും PTA-യുടെയും പിന്തുണ, അത് ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ 27-ാം തീയതി വളരെ സന്തോഷകരവും അഭിമാനപൂർവ്വമായ നിമിഷങ്ങളാണ് നമുക്ക് വരുന്നത്. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് ഈ വർഷം മുതൽ പത്മശ്രീ പി ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെ പേരിലുള്ള എൻഡോമെന്റും ഫലകവും ക്യാഷ് പ്രൈസും നൽകി അനുമോദിക്കുന്നത്. കുട്ടികളെ അനുമോദിക്കുന്ന ഒരു വിജയോത്സവം എന്നുള്ള പരിപാടിയാണ് നമ്മൾ പ്രധാനമായിട്ട്. അതിനുപരി നമ്മുടെ ദേശത്തിൻ്റെ ഗുരുനാഥനായിട്ടുള്ള ചിത്രൻ നമ്പൂതിരിപ്പാടിൻ്റെ ഓർമ്മദിനം കൂടിയാണ് ഈ 27-ാം തീയതി. അപ്പോൾ അദ്ദേഹത്തെ സ്മരിക്കുന്ന ഒരു പരിപാടി ആദ്യം അത് പുഷ്പാർച്ചനയോട് കൂടിയിട്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികളൊക്കെ കൂടിയിട്ട് അത് അവിടെ ഫോട്ടോൻ്റെ മുന്നേ പുഷ്പാർച്ചനയും അതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിനെ കുറിച്ചൊരു അനുസ്മരണ പ്രഭാഷണമാണ് നമ്മൾ മുഖ്യമായിട്ട് അന്ന് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഒരു ചടങ്ങായിട്ട് അത് പ്രസ്തുത എഴുത്തുകാരൻ ശ്രീ അജിത് കൊളാടിയാണ് അത്. അന്തരിച്ച പത്മശ്രീ പി ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെ സ്മരണ നിലനിർത്തുന്നതിനായാണ് ഈ വർഷം മുതൽ മെമ്മോറിയൽ എൻഡോമെന്റ് ഏർപ്പെടുത്തിയതെന്ന് PTA ഭാരവാഹികൾ പറഞ്ഞു. PTA, SMC, SMDC എന്നിവയുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹകരണത്തോടെ നിർമ്മിച്ച അധിക ക്ലാസ് മുറികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ വെച്ച് നടക്കും. വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചതിനെ തുടർന്ന് ക്ലാസ് മുറികളുടെ ക്ഷാമം പരിഹരിക്കാനായി 28 ലക്ഷം രൂപ ചെലവഴിച്ചാണ് UP വിഭാഗത്തിൽ ഒരു ക്ലാസ് മുറിയുടെയും SSK ഫണ്ടിന്റെ സഹായത്തോടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി 2 പുതിയ ക്ലാസ് മുറികളുടെയും നിർമ്മാണം പൂർത്തിയാക്കിയത്. പൊന്നാനി MLA KP നൌഷാദ് അലി ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. അജിത് കൊളാടി പി ചിത്രൻ നമ്പൂതിരിപ്പാട് അനുസ്മരണം നടത്തും. സമീപകാലത്ത് നമ്മുടെ വിദ്യാലയങ്ങളെ കുറിച്ച് ഗവൺമെൻറ് വിദ്യാലയങ്ങളിൽ ഒരു PTA ഇത്രയും വലിയ ഫണ്ട് പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിച്ചുകൊണ്ട് ഒരു ബിൽഡിംഗ് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രമകരമായ ഒരു പണിയാണ്. ആ ഒരു ജോലി, ആ ദൗത്യം നിർവഹിക്കാനും നമ്മുടെ കുട്ടികൾക്ക് പഠനത്തിന് സൗകര്യപ്രദമായ നല്ല വൃത്തിഹീനമായ ഒരു അന്തരീക്ഷത്തിലുള്ള ക്ലാസ് മുറികൾ സജ്ജീകരിക്കാനും സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും ആ പരിപാടിയിൽ എല്ലാ ആളുകളുടെയും പബ്ലിക് പൊതുജനങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഇനിയും ആവശ്യമാണ്. PTA പ്രസിഡന്റ് പ്രണവം പ്രസാദ്, SMC ചെയർമാൻ അബ്ദുൽ ലത്തീഫ്, MPTA പ്രസിഡന്റ് വിഷ്ണുപ്രിയ, PTA വൈസ് പ്രസിഡന്റ് ജിഷ സുരേഷ്, പ്രിൻസിപ്പൽ CV മണികണ്ഠൻ, ഹെഡ്മിസ്റ്റർ CK ജീന, സലീന അഷ്റഫ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. NMMS കിട്ടിയ കുട്ടികൾ, USS കിട്ടിയ 5 കുട്ടികൾ, അതുപോലെ ഫുൾ A+ SLCക്ക് 24 കിട്ടിയിരിക്കുന്നത്. ഈ കുട്ടികൾക്ക് നമ്മുടെ PTA-യുടെ വകയും സ്റ്റാഫിൻ്റെ വകയുള്ള സമ്മാനം അന്ന് കൊടുക്കുന്നതാണ്. CNTV ചങ്ങരംകുളം.